എനിക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയി തീർന്നത്. അതുകൊണ്ട് തന്നെ മടങ്ങി വന്നാലും നിങ്ങൾക്കെന്നെ പഴയതുപോലെ സ്വീകരിക്കാനും സ്നേഹിക്കാനും ഒന്നും പറ്റിയെന്ന് വരില്ല. വീണ്ടും പരസ്പരം അഭിനയിച്ചും നോവിച്ചും നിങ്ങളുടെ ഇടയിൽ വീർപ്പം മുട്ടി കഴിയാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഇല്ലപ്പൂ, നീ കരുതും പോലെ ഇപ്പൊ ഞാനും ഗീതയും തമ്മിൽ ഒരു പ്രോബ്ലവും ഇല്ല. ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ നീ ഗീതയോട് ചോദിച്ചു നോക്ക്. അല്ലെങ്കിൽ വേണ്ട, മാള് പറഞ്ഞാൽ നിനക്ക് വിശ്വാസമാവുമല്ലോ, നീ അവളോട് ചോദിക്ക്. പിന്നെ നീ അവിടെ ഇല്ലാതായതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്കിടയിലുണ്ട്, അത്രേ ഉള്ളൂ. ആരും പറഞ്ഞു ബോധ്യപ്പെടുത്താതെ തന്നെ എനിക്ക് മനസ്സിലാവുന്ന സമയത്ത് വരുന്ന കാര്യം ഞാൻ ആലോചിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതും പറഞ്ഞ് VP കൂടെ കൂടെ ഇങ്ങോട്ട് വരണമെന്നില്ല. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പ്ലീസ് VP, ഇപ്പൊ പറഞ്ഞതിൽ കൂടുതൽ എനിക്ക് കാര്യത്തിലൊന്നും പറയാനില്ല. ഇടയ്ക്കിടെ ഇങ്ങനെ വന്ന് എന്റെ മനസ്സമാധാനം കളയരുത് പ്ലീസ്. ഞാൻ അപ്പൂനെ പോയി കണ്ടിരുന്നു. ഞാൻ പറയാതെ തന്നെ തനത് അറിഞ്ഞിരിക്കും, എങ്കിലും പറയേണ്ടതൊരു ആവശ്യമാണെന്ന് തോന്നി. എന്തിന്? VP കരുതുന്നത് പോലെ അപ്പുവിനെ കണ്ടതും കാണാൻ പോകുന്നതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അറിയേണ്ട ആവശ്യവും എനിക്കില്ലെന്ന് തോന്നുന്നു. അറിയേണ്ട ആവശ്യം തനിക്കില്ലായിരിക്കും, പക്ഷേ ഇനി മുതൽ അങ്ങനെ ചില കാര്യങ്ങൾ വേണമെന്ന് തോന്നി. അതുകൊണ്ടാ തന്നോട് ഇത് പറയാന്ന് വെച്ചത്. ഞാൻ അപ്പൂനെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അപ്പുവിൻ്റെയും കൂടെ വീടാണല്ലോ, എപ്പോൾ വേണമെങ്കിലും അപ്പുവിന് ഇങ്ങോട്ട് വരാവുന്നതേ ഉള്ളൂ. അപ്പൂ അമ്പിമാമനും പൂനെയിലേക്കുള്ള യാത്ര ഉപേക്ഷിച്ചത് ഞാൻ പറഞ്ഞിട്ടാ. നല്ല കാര്യം. VP പറഞ്ഞാൽ അപ്പു അനുസരിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരു നല്ല ലക്ഷണമാണ്. അതൊരു പുതിയ കാര്യമല്ലല്ലോ, പണ്ടും അപ്പു അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? അന്നപ്പൂ പുറമേങ്കിലും ഒരു പെൺകുട്ടിയായിരുന്നു. അവളെ അങ്ങനെ അല്ലാതാവാൻ അനുവദിച്ചത് മറ്റു ചിലരുടെ കഴിവുകേടാണ്. തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവുണ്ടെന്ന് കാണിക്കാനാണോ ഈ ശ്രമങ്ങളൊക്കെ? എങ്കിലത് പരാജയപ്പെടുകയുള്ളൂ VP. അതിനു വേണ്ടി ശ്രമിക്കാതിരിക്കുന്നതാ നല്ലത്. അതെന്തിനു താൻ അറിയണം? ഞാൻ അതിന് ശ്രമിക്കുകയും ശ്രമിക്കാതിരിക്കുകയൊക്കെ ചെയ്യും. ഒരച്ഛൻ എന്ന നിലയിൽ എൻ്റെ കടമയാണത്. പിന്നെ ഒരു തർക്കത്തിനോ വഴക്കിനോ ഒന്നും ഞാനില്ല. അപ്പോൾ ഇവിടേക്ക് തിരിച്ചു വരണമെങ്കിൽ നമ്മൾ രണ്ടുപേരും അഭിപ്രായ ഐക്യത്തോടെ ഇവിടെ കഴിയണം എന്നുള്ളതാണ് അപ്പൂവിൻ്റെ ഡിമാൻഡ്. ഇനി അതൊക്കെ എത്രമാത്രം പ്രാവർത്തിയാക്കാൻ പറ്റുമെന്നും എനിക്കറിയില്ല. എങ്കിലും അവളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും അതിന് കഴിഞ്ഞേ പറ്റൂ. അവളല്ല VP, അവൻ. അവൻ എത്ര തവണ VPയോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് VPക്ക് എന്താ സത്യം ബോധ്യപ്പെടാത്തത്? നോക്ക് ഗീത, അപ്പൂനെ എങ്ങനെ അഡ്രസ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. അങ്ങനെ വിളിച്ചാലേ അപ്പൂന് തൃപ്തിയാവുമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം. പക്ഷെ അത് ഇപ്പോഴല്ല. തൻ്റെ മനസ്സ് എന്താണെന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെടണം. അതുവരെ എനിക്ക് താല്പര്യമുള്ള രീതിയിലേ ഞാൻ അപ്പൂനെ അഡ്രസ് ചെയ്യും. മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ ഒരു കാര്യം തുറന്നു പറയാം. അപ്പുവിന്റെ കാര്യത്തിൽ VPയുടെ നിലപാട് ഇതാണെങ്കിൽ അപ്പു ഒരിക്കലും ഇവിടേക്ക് വരാൻ പോകുന്നില്ല, VP അനുസരിക്കാനും. ഓക്കെ, ലീവ് ഇറ്റ്. അതെന്റെ മാത്രം കൺസേൺ ആണല്ലോ. പക്ഷേ താനൊരു ഉപകാരം ചെയ്യണം. നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അപ്പൂനെ ബോധ്യപ്പെടുത്തിയേ പറ്റൂ.
അതിനുവേണ്ടി ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് താൻ തയ്യാറാവണം. ഇനി അഡ്ജസ്റ്റ്മെന്റോ? അപ്പൊ ഇനിയും പരസ്പരം ബോധ്യപ്പെടുത്താൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതമാണ് വി പി ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പൂനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അതിന് മാത്രമേ ഞാനിപ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്നുള്ളൂ. അതിനുവേണ്ടി നമ്മൾ തമ്മിലൊരു ധാരണയിലെത്തിയേ മതിയാവൂ എന്നാണ് അപ്പു ആവശ്യപ്പെടുന്നതെങ്കിൽ താൻ അതിന് വില്ലിങ് ആവണം. ഈ അഡ്ജസ്റ്റ്മെന്റ് എന്നതുകൊണ്ട് അതാ ഉദ്ദേശിച്ചത്. പറഞ്ഞല്ലോ, അപ്പു ഇവിടെ മടങ്ങി വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അതിനുവേണ്ടി മനസാക്ഷിക്ക് നിരക്കാത്ത മട്ടിൽ ഇനി അപ്പുവിന്റെ മുന്നിൽ അഭിനയം തുടരണമെന്നാണ് വി പി പറയുന്നതെങ്കിൽ സോറി, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പുവിന്റെ ജീവിതം തെരഞ്ഞെടുത്ത പോലെ വി പിയുടെ ഇഷ്ടങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത് പോലെ എനിക്കും എന്റേതായ ഒരു ലൈഫുണ്ട്. ഇതുവരെ ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടി ജീവിച്ചു. അതിനുവേണ്ടി സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ബലികഴിച്ചു. പക്ഷേ ഇനിയെങ്കിലും ഞാൻ എന്നോട് നീതി പുലർത്തിയില്ലെങ്കിൽ ഇതുവരെ ഉള്ളതുപോലെ ഇനിയുള്ള എന്റെ ജീവിതവും ഒരു പാഴ്ക്കഥയായിരിക്കും. ആയുസിന് എത്ര ബാക്കിയുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും എനിക്ക് ഞാനായി ജീവിച്ചു തീർത്തേ പറ്റൂ. വി പി പറയുന്നത് പോലെ അഡ്ജസ്റ്റ്മെന്റിന് ഞാൻ തയ്യാറാണ്. പക്ഷെ അതിനുവേണ്ടി ചേരാത്ത വേഷം ആടണമെങ്കിൽ അതിന് നടക്കില്ല. അപ്പുവായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതിന് തയ്യാറുണ്ടെങ്കിൽ മാത്രം വി പി അപ്പുവിനെ ഇങ്ങോട്ട് ക്ഷണിച്ചാൽ മതി. എന്താ അപ്പോ വി പിയോട് നീ വല്ലാണ്ട് മുഷിഞ്ഞ് സംസാരിച്ചോ? ആള് ശരിക്കും വിഷമിച്ചിട്ടാണോ പോയത്? അങ്ങനെ വിഷമിക്കാനും മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കാര്യം പറഞ്ഞു അത്ര തന്നെ. പിന്നെ അച്ഛനെ പോലെ നടന്നൊന്നും മറക്കാൻ പറ്റാത്തോണ്ട് സംസാരത്തിൽ അത്ര മയമൊന്നും ഉണ്ടായില്ല. അതാവും കാര്യമെന്ന് ഞാനും ഊഹിച്ചു. വി പി ഇവിടേക്ക് തന്നെയാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അല്ലാതെ അയാൾക്ക് ഇവിടെ അടുത്ത് വരെ വരേണ്ട കാര്യം എന്താ? നിന്നെ കാണാൻ തന്നെ വന്നതാ. വി പി നിന്നെ കാണാൻ വേണ്ടി മാത്രമായി രണ്ടാമതും വന്നിട്ടുണ്ടെങ്കിൽ ആ വരവിന്റെ ഉദ്ദേശം ജെനുവിൻ ആയിരിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. എന്താ നിന്റെ അഭിപ്രായം? അമ്പിയമ്മ പറഞ്ഞത് കറക്റ്റാ. വി പിയുടെ ഉദ്ദേശം ജെനുവിൻ തന്നെയാണ്. എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും അടർത്തി വീട്ടിലേക്ക് മാറ്റുക. അത് തന്നെയാ വി പിയുടെ ആദ്യത്തെ ലക്ഷ്യം. പക്ഷേ അത് കഴിഞ്ഞ് എന്താ വി പിയുടെ മനസ്സിൽ കണ്ടിരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. ഈ പറഞ്ഞതുപോലെ എന്നെ എൻ്റെ ഇഷ്ടത്തിന് വിടാനോ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാനോ ഒരു ശ്രമം വി പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏയ്, ഇനി അയാളുടെ ഭാഗത്ത് നിന്ന് ഒരു എതിർപ്പോ ചെറുത്തുവെൽപ്പോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ നിന്നെ വി പിക്ക് ഉൾക്കൊള്ളാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വി പിയെ പോലെ ചിന്തിക്കാൻ കഴിവുള്ള ഒരാൾ എന്താ ചെയ്യുക? നീ എടുത്ത ഈ ഒറ്റപ്പെട്ട ജീവിതത്തെ മനസ്സുകൊണ്ടങ്ങ് സമ്മതിക്കും. ചോദിക്കുന്നവരോടൊക്കെ നീ സ്വന്തം ഇഷ്ടത്തിന് വീട് വിട്ടിറങ്ങിയതാണെന്നും പറയും. അതാംബി സാറ് പറഞ്ഞത് കറക്റ്റാ. ഒഴിവാക്കണമെന്നുള്ളവർ അങ്ങനെ ചെയ്യും. ഈ പിണങ്ങി നിൽക്കൽ ഒരു സൗകര്യമായിട്ട് എടുക്കും. പക്ഷേ അപ്പുവിന്റെ അച്ഛൻ വീണ്ടും അന്വേഷിച്ചു വന്ന സ്ഥിതിക്ക് അതിലൊരു ആത്മാർത്ഥതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വി പി അങ്ങനെ വീണ്ടും വീണ്ടും വന്നതുകൊണ്ട് മനസ്സിലെ ഉദ്ദേശം സിൻസിയർ ആയിരിക്കുമെന്ന് നമുക്കൊരു കൺക്ലൂഷനിൽ എത്താറായിട്ടില്ല. നിങ്ങൾക്ക് കഴിയുമെങ്കിലും എൻ്റെ ഈ കമ്മൗട്ടിന് ശേഷം വി പി ഏറ്റവും കൂടുതൽ അറിഞ്ഞ ഒരാളെന്ന നിലയിൽ എനിക്കങ്ങനെ സംശയിക്കാൻ ന്യായമായും പഴുതുകളുണ്ട്. സ്വാഭാവികമായും അങ്ങനെ സംശയിക്കാനുള്ള ന്യായം നിനക്കുണ്ടപ്പോ. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് വി പിയുടെ പെർസ്പെക്റ്റീവിലാ. സ്വയം ഒഴിഞ്ഞുപോയ ഒരാളെ കൗശലത്തിലൂടെ വീണ്ടെടുത്ത് സ്വന്തം താല്പര്യത്തിന് മെരുക്കിയെടുക്കാൻ വി പിയെ പോലെ ബുദ്ധിമാനായ ഒരാൾ ചിന്തിക്കില്ല. അതുമാത്രമല്ല, വി പിയുടെ ഈ മാനസാന്തരം യാഥാർത്ഥ്യമാണെന്ന് ഞാൻ കരുതാൻ കാരണം
എല്ലാറ്റിനും ഉപരി അയാൾ സ്വന്തം മകളെ ജീവനെപ്പോലെ സ്നേഹിച്ചിരുന്ന ഒരു അച്ഛനായിരുന്നില്ലേ? ഞാൻ പറഞ്ഞത് അപ്പു എന്ന പെൺകുട്ടിയുടെ അച്ഛനെക്കുറിച്ചാണ്. ആ മനുഷ്യന് അപ്പു എന്ന ആൺകുട്ടിയെ അതേ ഇന്റൻസിയോടെ സ്നേഹിക്കാൻ പറ്റുമെന്ന് വേണ്ട. അതേ തീവ്രതയോടെ സ്നേഹിച്ചില്ലെങ്കിലും വെറുപ്പ് തോന്നാൻ പറ്റാത്ത രീതിയിൽ ഒന്ന് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അമ്പിമാമ വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് രണ്ടുപേർക്കും പരിചയമുള്ള വിപിക്ക് ചിലപ്പോൾ അതിന് പറ്റിയേക്കില്ല. അതുകൊണ്ടാ ഞാൻ മാനസാന്തരം എന്ന വാക്ക് ബോധപൂർവ്വം ഉപയോഗിച്ചത്. ആദ്യം വെറുപ്പ് തോന്നിയ എത്രയോ വ്യക്തികളെ പിന്നെ നമുക്ക് ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും സമീപിക്കേണ്ടി വന്നിട്ടുണ്ടാവും ജീവിതത്തിൽ. അപ്പു എന്ന ആൺകുട്ടിയെ ആ അച്ഛൻ സ്നേഹിച്ചു തുടങ്ങിയതിൽ വിജയിച്ചിരിക്കുന്നു എന്ന് ചിന്തിച്ചാ പോരെ അപ്പു? നിങ്ങൾ രണ്ടുപേരും പറയുന്നത് പോലെ വിപിയുടെ ഈ വരവ് പോസിറ്റീവായി എടുക്കാൻ ഞാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ഉറപ്പാക്കാൻ പാകത്തിന് എന്റെ മനസാക്ഷിക്ക് കൂടി അത് ബോധ്യപ്പെടണം. മതി. എന്നിട്ടു മാത്രം അപ്പു വിശ്വസിച്ചാ മതി. അങ്ങനൊരു ഉൾക്കൊള്ളലിന് അപ്പവും മാനസികമായി തയ്യാറെടുക്കണമെന്നാണ് അമ്പിസാറും പറയുന്നത്, അല്ലേ? തീർച്ചയായും. അപ്പോ ഒരാൾ മാറാൻ തുടങ്ങിയിരിക്കുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അത് നല്ലതിനോ ചീത്തയ്ക്കോ എന്നതിനെ പറ്റി പിന്നീട് ആലോചിക്കാം. താൻ കഴിക്കുന്നില്ലേ? ഇല്ല, ഞാൻ പിന്നീട് കഴിച്ചോളാം. വിപി, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. വിപി പറഞ്ഞതിനെ പറ്റി ഞാൻ സീരിയസ് ആയിട്ട് ആലോചിച്ചു. ഇനി ഏറിയാൽ ഒരു 50,000 അകത്തെ എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളൂ. എത്ര ചുരുക്കിയാലും കഷ്ടിച്ച് 2-3 മാസത്തെ ചെലവിനെ അതുണ്ടാവും. അത് കഴിഞ്ഞാൽ വീട്ടു ചെലവിനുള്ള കാശെങ്കിലും കണ്ടെത്തണമല്ലോ. വീട്ടു ചെലവിനുള്ള കാശിന്റെ കാര്യോർത്ത് താൻ ടെൻഷൻ ആകണ്ട. അതൊക്കെ എൻ്റെ പക്കലുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ എന്തെങ്കിലും ആവശ്യം വന്നാലുള്ള കാര്യമാണ്. എന്നാലും എല്ലാ കാര്യത്തിനും വിപിയെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. വിപിക്കും ഇപ്പം മറ്റു വരുമാനങ്ങളൊന്നും ഇല്ലല്ലോ. എൻ്റെ വരുമാനമില്ലായ്മയെക്കുറിച്ചൊന്നും ചിന്തിച്ച് താൻ ബേജാറാവണ്ട. അതൊക്കെ ഓവർകം ചെയ്യാനുള്ള വഴികൾ എനിക്കറിയാം. ഏതായാലും തനിക്കും അപ്പനും അല്ലലില്ലാതെ ജീവിക്കാനുള്ള വകയുണ്ടാവും. വിപി വേണ്ടതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ എല്ലാ കാര്യത്തിനും വിപിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. എനിക്കിപ്പോ ഇവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഗീത, കം ടു ദ പോയിന്റ്. എന്താ തന്റെ മനസ്സിലെന്ന് വ്യക്തമായി പറ. എന്തെങ്കിലും ഒരു ഇൻകം സോഴ്സിനെ പറ്റി ഞാനും ആലോചിക്കുക. സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുമ്പോൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലി വേണ്ടേ? എന്താ തന്നെ മനസ്സിൽ? വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പിന്നെ ഞാനൊരു ബ്യൂട്ടി പാർലറോ ബുട്ടീക്കോ തുടങ്ങാമെന്ന് വിചാരിക്കുക. അപ്പൊ അതായിരുന്നു എന്റെ ഉദ്ദേശം. ഏയ്, അതൊന്നും ശരിയാവില്ല. എന്തുകൊണ്ട് ശരിയാവില്ല? ഞാൻ മുമ്പ് ബ്രൈഡൽ വർക്കുകളൊക്കെ ചെയ്തിരുന്നതല്ലേ. എന്ന് വെച്ച് അതുപോലെയാണ് ഇപ്പോൾ എന്നാണ് താൻ കരുതിയിരിക്കുന്നത്? എടോ, നാട്ടിലെ കൂണ് പോലെയാണ് ഈ പറഞ്ഞ ബ്യൂട്ടി പാർലറും ബൊട്ടീക്കൊക്കെ മുളച്ചു പൊങ്ങുന്നത്. അവർക്കേ വേണ്ട രീതിയിൽ വർക്കൊന്നുമില്ല. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ താനും കൂടി തുടങ്ങിയിട്ട് എന്താവാനാ? അതും ഒരു ലൈബിലിറ്റി ആയി മാറുന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. ഏതെങ്കിലും നല്ലൊരു സ്ഥലത്ത് ഒരു ഷോപ്പോ ബിൽഡിങ്ങോ എടുത്ത് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒന്ന് തുടങ്ങിയാൽ അത്യാവശ്യം റവന്യൂ കിട്ടുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് പാർലർ തുടങ്ങാൻ തന്നെയാണ്. കൊള്ളാവുന്നിടത്തൊരു പാർലർ സെറ്റ് ചെയ്തെടുക്കാൻ ഇൻവെസ്റ്റ്മെന്റ് എത്രയാവുമെന്ന് താൻ വിചാരിക്കുന്നത്? ലക്ഷങ്ങൾ വേണ്ടി വരും. ഇൻവെസ്റ്റ് ചെയ്താൽ
അത് തിരിച്ചു പിടിക്കാൻ പറ്റുന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട് വി പി. ആത്മവിശ്വാസം മാത്രം പോരല്ലോ, കാശിന് കാശ് വേണ്ടേ? ഉണ്ടോ തൻ്റെ അടുത്ത്? അത്രയും കാശൊന്നും മുടക്കാൻ ഇപ്പം എൻ്റെ കയ്യിലില്ല. അതിപ്പോഴേ പറഞ്ഞേക്കാം. അതിന് ബി പിയോട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെ താനങ്ങനെ ഈ പറഞ്ഞ പാർലറും ബുട്ടീക്കൊക്കെ തുടങ്ങാനുള്ള ഇനീഷ്യൽ കണ്ടെത്തുന്നു? അതിന് ഞാൻ എന്തെങ്കിലും വഴി കണ്ടോളാം. എന്തെങ്കിലും വഴി എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെ ശരിയാവുന്നത്? അതെങ്ങനെയെങ്കിലും ശരിയാക്കിയാലേ പറ്റൂ. വി പി അതാലോചിച്ച് തല പുണ്ണാക്കണ്ട. ഞാൻ എന്തെങ്കിലും വഴി കണ്ടോളാം. ആവശ്യം എൻ്റെതാണല്ലോ. ഇങ്ങനൊരു കാര്യം ആലോചനയിലുണ്ടെന്ന് വി പിയോട് ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അതെ, ഞാൻ പറഞ്ഞ കാര്യത്തെ പറ്റി ഡോക്ടറൊന്നും പറഞ്ഞില്ലല്ലോ. ഗീതാൻ്റെ പാർലർ തുടങ്ങുന്ന കാര്യമല്ലേ? അതൊരു നല്ല ഐഡിയ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലേ? അതെ, ആ ഐഡിയ നടന്നു കാണാനുള്ള ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഞാനൊരു ഐഡിയ പറഞ്ഞത് എങ്ങനെയുണ്ടെന്നാ ചോദിച്ചെ. ഓ അങ്ങനെ. എടോ, തൻ്റെ അച്ഛൻ്റെ കാശ് തനിക്കിഷ്ടമുള്ളവരെ സഹായിക്കാൻ വേണ്ടി ചോദിക്കുന്നതിന് ഞാൻ എന്താ അഭിപ്രായം പറയാനാ? കണ്ടോ, ഈ കാര്യം വരുമ്പോ കൃത്യമായിട്ടൊരു ഉത്തരം പറയാതെ വഴുതി മാറുക അല്ലേ? എങ്കിലേ ഞാൻ ആരോടൊന്നും ചോദിക്കാൻ പോകുന്നില്ല, പോരെ? അതിന് തന്നോട് ഞാൻ ചോദിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. കാശ് തന്ന് സഹായിക്കാൻ മുരളിയെങ്കിലും ആന്റിയും വില്ലിങ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താൻ ധൈര്യമായിട്ട് ചോദിക്കടോ. അത് ഞാൻ ചോദിക്കാം. പക്ഷെ അതിനു മുമ്പ് ഡോക്ടർക്ക് എതിരഭിപ്രായമൊന്നും ഇല്ലല്ലോ എന്ന് അറിയണം. എതിരഭിപ്രായോ? എനിക്കോ? എടോ, ഇതുപോലൊരു നല്ല കാര്യത്തിന് ഞാൻ എതിര് നിൽക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഞാനെന്താ അത്രയ്ക്കൊരു ബോർണാണെന്നാണോ താൻ കരുതിയിരിക്കുന്നത്? കഷ്ടം. എടോ, താനിത് പറഞ്ഞപ്പോ തന്നെ എന്റെയും ടീച്ചറമ്മയുടെയും സേവിങ്സിൽ നിന്ന് കുറച്ചെടുത്തങ്ങ് വീശാലെന്നോ ഞാൻ ആലോചിച്ചത്. പിന്നെ ഗീതാൻ്റെ അത് വാങ്ങാൻ മടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് വേണ്ടെന്ന് വെച്ചത്. നിങ്ങൾ തമ്മിലാവുമ്പോ അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ഏതായാലും അച്ഛനോട് ഇക്കാര്യം പ്രസന്റ് ചെയ്യാൻ പോവാം. താൻ ധൈര്യമായിട്ട് ചോദിക്കടോ. എന്റെ ഫുൾ സപ്പോർട്ട് ഇക്കാര്യത്തിൽ ശ്രീമതിക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. പോരെ? ശരി, സംസാരിച്ചിട്ട് ഞാൻ വിളിക്കാം. ബൈ. അച്ഛനെന്ന് സൈറ്റിൽ പോകുന്നുണ്ടോ? പോണം. എന്തേ, നിനക്ക് എവിടെയെങ്കിലും പോകാനുണ്ടോ? എനിക്കെങ്ങും പോണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അമ്മ എവിടെ അച്ഛാ? കുളിക്കുകയാണെന്ന് തോന്നുന്നു. എന്താ? ഒന്നുമില്ല. എനിക്ക് അച്ഛനോട് ഒരു സീരിയസ് കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ എന്താ മോളെ? ആരുണെങ്ങാനും പിന്നെ വിളിച്ചോ? അതൊന്നും അല്ല അച്ഛാ, ഇത് ഗീതാന്റിയുടെ കാര്യാ. ഗീതയ്ക്ക് എന്താ പ്രശ്നം? വി പി ആയിട്ട് എന്തെങ്കിലും? അതൊന്നും അല്ല, വേറൊരു കാര്യാ. മാളു, നീ ഇങ്ങനെ വളഞ്ഞു ചുറ്റാതെ കാര്യം എന്താണെന്നൊന്ന് തെളിച്ചു പറ. എന്താ നിന്റെ ഗീതാന്റിക്ക് പ്രശ്നം? അത് പിന്നെ ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോ ഗീതാന്റി സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ബിസിനസ്സോ? അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു തോന്നല്? കാര്യമുണ്ട് അച്ഛാ. പുറമെ നമ്മളോടൊന്നും പറഞ്ഞില്ലെങ്കിലും അവിടുത്തെ അവസ്ഥയൊക്കെ കുറച്ച് മോശമായി വരിക. അതുമാത്രല്ല, ആന്റിയുടെ പേരിലുണ്ടായിരുന്ന FD അപ്പുവിന്റെ ആവശ്യത്തിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തല്ലോ. അതുകൂടി ആയപ്പോഴേക്കും പിന്നെ ആന്റിയുടെ കയ്യിൽ കാര്യമായ ബാലൻസ് ഒന്നും ഇല്ലെന്നാ തോന്നുന്നത്. അത് ചിലപ്പോ ശരിയായിരിക്കും. പിന്നെ VPക്ക് ഇപ്പൊ ഇൻകം ഒന്നും ഇല്ലല്ലോ. അതുമാത്രമല്ല, ഹോസ്പിറ്റൽ കേസിനൊക്കെ നല്ലൊരു എമൗണ്ട് ചെലവായിട്ടുണ്ടാവും. അതും ഒരു കാരണ. പക്ഷെ എനിക്ക് തോന്നുന്നത് VP അങ്കിളുടെ അനുവാദം ഇല്ലാതെ FD അപ്പുവിന്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് അങ്കിളിന് അത്ര ഇഷ്ടമായിട്ടില്ലെന്ന് തോന്നുന്നു. അതേപ്പറ്റി ഗീത നിന്നോട് വല്ലതും സൂചിപ്പിച്ചോ? അങ്ങനെ നേരിട്ട് അതേപ്പറ്റിയൊന്നും പറഞ്ഞില്ല. എന്നാലും അതിന്റെ പേരിൽ അങ്കിളുടെ ഭാഗത്തുനിന്ന് കാര്യമായ ഇൻസൾട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു.